വിമാനങ്ങളിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകുന്നതിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വളർത്തുമൃഗങ്ങളുമായി യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് നടപടി. വിമാനങ്ങളിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ. അന്താരാഷ്ട്ര വ്യോമയാന സംഘടനയായ അയാട്ട പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ലോകമെമ്പാടും വളർത്തുമൃഗങ്ങളുമായി യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് നടപടി. ബുക്കിംഗ്, ചെക്ക് ഇൻ, സുരക്ഷ, ബോർഡിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാ എയർലൈനുകളിലും ഒരേ മാനദണ്ഡങ്ങൾ നടപ്പാക്കണം. പൂച്ചകൾക്കും പട്ടികൾക്കും ക്യാബിനുള്ളിൽ ഇനി മുതൽ യാത്ര ചെയ്യാം. ഇതിനായി അയാട്ടയുടെ CR1 നിലവാരത്തിലുള്ള കണ്ടെയ്നർ ഉപയോഗിക്കണം. മൃഗത്തിന് സുഖമായി എഴുന്നേറ്റ് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും ആവശ്യമായ സ്ഥലം ഇതിലുണ്ടായിരിക്കണമെന്നാണ് നിയമം. യാത്രയ്ക്ക് 48 മുതൽ 72 മണിക്കൂർ മുൻപ് തന്നെ ബുക്കിംഗ് പൂർത്തിയാക്കണം. ആരോഗ്യ സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ രേഖകൾ എന്നിവ സമർപ്പിക്കേണ്ടതുണ്ട്. മൃഗങ്ങളുടെ പ്രായം, ഇനം, ആരോഗ്യം എന്നിവ ചെക്ക് ഇൻ സമയത്ത് പരിശോധിക്കും. മൃഗങ്ങൾ അസ്വസ്ഥമാണെന്നോ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നോ കണ്ടാൽ ബോർഡിംഗ് നിഷേധിക്കും. ടേക്ക് ഓഫ്, ലാൻഡിംഗ്, ടർബുലൻസ് സമയങ്ങളിൽ വളർത്തുമൃഗങ്ങൾ നിർബന്ധമായും കണ്ടെയ്നറിനുള്ളിൽ തന്നെ ഇരിക്കണം. വിമാനയാത്രയിൽ തടസ്സങ്ങളോ റദ്ദാക്കലുകളോ സംഭവിക്കുകയാണെങ്കിൽ വളർത്തുമൃഗങ്ങളുമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കാനും എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റുകളിൽ പെറ്റ് റിലീഫ് ഏരിയകൾ ലഭ്യമാണോ എന്ന് യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കാനും നിർദ്ദേശമുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.